ഓക്കെ. വരില്ല. സുഹൃത്തുക്കളെ, നമ്മള് ബിലീവേഴ്സ് ചർച്ച് മെഡിക്കൽ കോളേജിലെ എഞ്ചിനീയറിംഗ് സ്റ്റാഫുകളാണ്. ഒരു ദിവസത്തെ ഒരു വൺ ഡേ ടൂർ പ്ലാൻ ചെയ്തിട്ട് നമ്മളിപ്പോ കൈനഗിരി എത്തിയിരിക്കുകയാണ്. ജസ്റ്റ് സ്റ്റാർട്ട് ആക്കിയിരിക്കുകയാണ്. സണില്, അനീഷ് വി സി, പിന്നെ നമ്മുടെ സൂപ്പർവൈസർ, പിന്നെ പ്രിൻസ്, ജിത്തു. നമ്മളോട് വരാൻ പറ്റിയിരുന്ന 2-3 പേര് വന്നിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾ ഇപ്പൊ 8 പേര് മാത്രമേ ഉള്ളൂ. യാത്ര സുഗമമായിട്ട് നല്ല കുളിർക്കാറ്റൊക്കെ കേട്ട് എന്നാ ഒരു നാരങ്ങാവെള്ളമൊക്കെ അടിച്ച് കേറുന്നോടെ നമുക്ക് കിട്ടുന്ന ഒരു നാരങ്ങാവെള്ളത്തിന്റെ സുഖവും ഒക്കെ ആസ്വദിച്ച് അവിടെ പോവാ. നമ്മളൊരു ഹൗസ് ബോട്ട് യാത്രയിലാണ്. നമ്മുടെ ഗസ്റ്റാണ് ഇന്ന്. ബിലീവേഴ്സ് ഹോസ്പിറ്റൽ സ്റ്റാഫുകളാണ് വന്നിരിക്കുന്നത്. നമ്മൾ ബോട്ട് സ്റ്റാർട്ട് ചെയ്തത് കൈനഗിരി മുണ്ടയ്ക്കൽ പാലത്തിൽ നിന്നാണ്. അവിടുന്ന് വള്ളം ഓടി വന്ന് ഇപ്പോൾ 12 മണിയായി. ഇപ്പോൾ നമ്മൾ വേമ്പനാട്ട് കായലിലേക്ക് ഇറങ്ങി അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് പോയി നമ്മൾ മാർത്താണ്ഡ, ചിത്തിര, റാണി, 6000, കുറ്റിത്തോട് എല്ലാം കയറി നമ്മൾ തിരിച്ച് 5 മണിക്ക് ഇവര് ചെക്കൗട്ട് ചെയ്യിക്കും. നമുക്ക് അത് ഡേ ക്രൂസ് ആണ്. ഇത് ഫാമിലി ആയിട്ട് നമുക്ക് വരാം. ഇതിപ്പോ 2 ബെഡ്റൂമിന്റെ ഒരു ബോട്ടാണ്. നമുക്ക് 2 ഫാമിലി വരാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് നല്ല എൻജോയ്മെന്റ് ആണ്. സ്പീഡ് ബോട്ടുകളുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള ഫുഡ് നമുക്ക് ബോട്ടിലുണ്ട്. അതുപോലെ തന്നെ എക്സ്ട്രാ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അത് വാങ്ങി നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്ത് തരുന്നതായിരിക്കും. പിന്നെ അതുപോലെ എല്ലാം കൊണ്ട് നല്ലൊരു എന്റർടൈൻമെന്റ് ആണ്. പിന്നെ നമുക്ക് നമ്മുടെ ഈ ഗ്രൂപ്പിൽ 3 ബെഡ്റൂം ഉണ്ട്, 5 ബെഡ്റൂം ഉണ്ട്. എല്ലാത്തിൻ്റെയും പേര് ബൊണാൻസ ആണ്. ബൊണാൻസ ഹൗസ് ബോട്ട്. പിന്നെ നമ്മളെ ഫാമിലിയൊക്കെ ആയിട്ട് വരുവാണെങ്കിൽ നമുക്കൊരു സീസൺ അല്ലെ സാറ്റർഡേ സൺഡേ ഒക്കെ ആണെങ്കിൽ ഒരു 11-12 രൂപ എന്നുള്ളത് 2 ഫാമിലിക്ക്. അതുപോലെ ഒരു 5 ഫാമിലിയൊക്കെ വരുവാണെങ്കിൽ ഒരു 22 രൂപ. അതുപോലെ 3 ഫാമിലിയൊക്കെ വരുവാണെങ്കിൽ ഒരു 15 രൂപ. നോർമൽ റേറ്റ്, റേറ്റ് വരും. പിന്നെ പൂജ ഹോളിഡേ അങ്ങനെ ഡിസംബർ 20 ആഫ്റ്റർ 20ക്ക് ശേഷമുള്ള റേറ്റുകളൊക്കെ കൂടുതലാണ്. അത് ഒരു ബെഡ്റൂമിനൊക്കെ ഒരു 9 രൂപ 10 രൂപ ഒക്കെ വരും ബെഡ്റൂമിന്, ഒരു ബെഡ്റൂമിന്. അതായത് 2 ബെഡ്റൂമിന്റെ പോട്ടാണ് ഒരു 18 രൂപ 20 രൂപ 22 രൂപ റേഞ്ച് വരും. പിന്നെ ഡേ ക്രൂസ് ആണെങ്കിൽ നമുക്ക് പെർ ഹെഡ് ഒരു 600 രൂപ തൊട്ട് സ്റ്റാർട്ട് ചെയ്യാം. 600-650. ആള് കൂടുതലാണ് നമുക്ക് 600. അല്ല ആള് കുറവാണെങ്കിൽ ഇപ്പം 20 പേര് 15 പേരൊക്കെ ഉണ്ടെങ്കിൽ അത് 1000 രൂപയൊക്കെ ആകും പെർ ഹെഡ്. അങ്ങനെ എല്ലാം കൊണ്ടും നല്ലൊരു അനുഭവമാണ്. ഫാമിലിയൊക്കെ ആയിട്ട് വന്ന് നല്ല എൻജോയ് ചെയ്ത് നല്ല ഫുഡൊക്കെ അടിച്ച് സുഖമായിട്ട് നല്ല യാത്ര ചെയ്ത് പോകാം. വേമ്പനാട്ട് കായലിലാണ്, ഒരുപാട് വള്ളങ്ങളും ബോട്ടുകളും ഉണ്ട്. നല്ലൊരു ഫീലാണ്. എല്ലാ ഫുഡുകളും നമുക്കുണ്ട്. നമുക്ക് ഉച്ചയ്ക്ക് ലഞ്ചിന് കരിമീൻ ഫ്രൈയോട് കൂടിയുള്ള ഒരു ലഞ്ചാണ്. അത് കരിമീൻ ഫ്രൈ ഉണ്ടാകും. പിന്നെ ഡേ ക്രൂസ് ആണെങ്കിൽ ചിക്കൻ കറി ഉണ്ടാകും, സലാഡ്, മോര്, പുളിശ്ശേരി, അച്ചാറ്, പപ്പട്, തോരൻ എല്ലാം ചേർത്തൊരു നല്ലൊരു ലഞ്ചായിരിക്കും. വൈകിട്ട് നമ്മൾ 4 മണിയാകുമ്പോൾ ടീ സ്നാക്സ് ഉണ്ടാകും. വന്നപ്പോൾ ആ സംഭവം മനസ്സിലായത്. ഹൗസ് ബോട്ട് കേട്ടിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾ വലിയ ഹൗസ് ബോട്ടിലെ കയറിയിട്ടുള്ളൂ. ഇവിടെ വന്ന ശേഷം കുഴപ്പമില്ല. ഒരു മാക്സിമം ഒരു 12 വരെ ഉൾക്കൊള്ളുന്ന ഒരു ഹൗസ് ബോട്ട് കുഴപ്പമില്ല. ഇവിടെ ഞങ്ങൾ ഏറ്റവും മേളത്തെ നില കയറിയിരിക്കുകയാണ്. നല്ല വൈബാണ്. നല്ല കാറ്റും കാര്യമൊക്കെ കിട്ടും. മറ്റുള്ളവരെ ഹൗസ് ബോട്ടൊക്കെ പറപ്പിച്ച് പോകുന്ന കാര്യങ്ങളൊക്കെ കാണാൻ വരുന്നു. ഞങ്ങളിങ്ങനെ വേമ്പനാട്ട് കായലിൽ കൂടെ ആ ബൊണാൻസ എന്ന് പറയുന്ന ആ ഹൗസ് ബോട്ടില് ഞങ്ങൾ അങ്ങനെ ഓളപ്പരപ്പികൾ തെന്നി നീങ്ങി അങ്ങനെ നടക്കുക. ചില അടിച്ചിട്ടുണ്ട്. എങ്കിലും ഞങ്ങളുടെ ആ കൂട്ടുകാര് ഞങ്ങളുടെ ആ സ്ട്രെസ്സിൽ നിന്നും സ്ട്രെയിനിൽ നിന്നൊക്കെ ഒന്ന് മാറി
ഞങ്ങളെ പോവാണ്. ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന നിമിച്ചേട്ടനും ഞങ്ങളുടെ കൂടെ ഉണ്ട്. അതേ റിട്ടയർഡ് ലൈഫ് ആസ്വദിക്കുകയാണ്. അദ്ദേഹവും ഞങ്ങളുടെ കൂടെ ഉണ്ട്. ഞങ്ങൾ ഇങ്ങനെ പോവുക. ഞങ്ങൾ 8 പേരുണ്ട്. ഞങ്ങള് ഇങ്ങനെ പോവുകയാണ്. ഇപ്പൊ ഞങ്ങൾ ഇങ്ങനെ വേമ്പനാട്ട് കായലിനോട് അടുത്തോണ്ടിരിക്കുന്നു. ഇപ്പോഴും പമ്പയാറ്റിൽ തന്നെയാണ്. ഞങ്ങളുടെ മുന്നിൽ ഹൗസ് ബോട്ടുകളുണ്ട്, സ്പീഡ് ബോട്ടുണ്ട്. ഞങ്ങൾ ഇങ്ങനെ പതുക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ലൊരു വൈബാണ്. ഇതുപോലെ ഒരു വൈബ് ജീവിതത്തിൽ നമ്മളെ സ്ട്രെസ് ഒക്കെ മാറ്റി നമ്മളെ കൂട്ടുകാർ നമ്മളെ കാശുമായിട്ട് സംസാരിക്കാം. കള്ളൊന്നും അല്ല ജീവിതത്തിൽ ആസ്വാദനം. പക്ഷെ നമ്മള് സുഹൃത്തുക്കൾ എല്ലാരും കൂടെ കൂടുമ്പോ കള്ളടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു എൻജോയ്മെന്റ്. അതൊരു ഒരു ലെവല് വിട്ടൊരു ഒരു അന്യാർത്ഥ കളിയാണ്. മനസ്സിലായില്ലേ? അതാണ് കള്ളിന്റെ ഒരു മഹിമയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂട്ടുകാർ കൂടുമ്പോ കള്ള് വേണം, ചീട്ടും വേണം. എങ്കിൽ മാത്രമേ അതിന്റെ ഒരു എൻജോയ്മെന്റ് നമ്മൾ ആസ്വദിക്കാൻ പറ്റത്തുള്ളൂ. അതെ, വിദ്യാമാഷ് പറഞ്ഞതുപോലെ പഠിച്ചാലും മരിക്കും, പഠിച്ചില്ലേലും മരിക്കും. പക്ഷെ കള്ളടിച്ചില്ലേലും മരിക്കും. പക്ഷെ നമ്മളിപ്പോ ഇങ്ങനെ കൂടി എല്ലാരും കൂടെ ഒരു യാത്ര പോയി എങ്ങനെ ആസ്വദിച്ച് ആ ഒരു വൈബ് കിട്ടുന്നതിന്റെ അത്രയും ഒരു ഗുണം നമ്മൾ ജോലി ചെയ്യുമ്പോൾ കിട്ടത്തില്ല. ജോലിയിൽ നമുക്ക് ചില സമയത്ത് കുറച്ച് സമയം ഏറെ സമയം നമ്മൾ ഫ്രീ ആയിട്ടിരുന്ന് വർത്താനമൊക്കെ പറയും. പക്ഷെ ആ ഒരു എൻജോയ്മെന്റിനെക്കാട്ടിലും ഏറ്റവും വലിയൊരു എൻജോയ്മെന്റ് ഇപ്പൊ കിട്ടുന്നു അല്ലേ? അത് നമുക്ക് അനുഭവിച്ചറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളും വാ, നമ്മളെ കൂടെ വാ. അത് ആ വൈബ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മളോട് വാ. ബോട്ടിൽ യാത്ര ചെയ്ത് എല്ലാവരുമായിട്ട് എൻജോയ്മെന്റ് ചെയ്ത് വർത്താനമൊക്കെ പറഞ്ഞ് കാര്യമായിട്ട് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടണം. കേട്ടോ, നിങ്ങൾ ഇന്ന് നോക്കിക്കേ, അവന്റെ ഡ്യൂട്ടി ഇപ്പോഴും പറഞ്ഞിട്ടില്ല. അവനെ ടെസ്റ്റർ കൊണ്ടാ വന്നേ. പെണ്ണും പിള്ളേക്ക് സംശയം അടിക്കാതിരിക്കാൻ വേണ്ടി ടെസ്റ്ററെ ടൂൾസ് ഒക്കെ ആയിട്ട് ഇപ്പോഴും ആശാൻ വർക്കിന് റെഡി ആയിട്ട് വന്നിരിക്കുക. അതാണ് ഞങ്ങള് പിള്ളേര്. കാരണം ഇപ്പോഴും ഹോസ്പിറ്റലിൽ നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴും പോകും. ബോട്ടിന് ചാടി നമ്മൾ നീണ്ടി പോയി വർക്ക് ചെയ്തിട്ട് തിരിച്ചു വന്ന് ബോട്ടേ കയറും. അതാണ്, ബോട്ട് നിർത്തത്തില്ല. നമ്മുടെ യാത്ര നിർത്തത്തില്ല. നമ്മുടെ യാത്ര ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുക. അതാണ്. അപ്പൊ നമ്മള് ഹോസ്പിറ്റലിന് വേണ്ടി വർക്ക് ചെയ്യുമ്പോൾ നമ്മളുടെ ആത്മാർത്ഥമായിട്ടുള്ള പരിശ്രമം ഹോസ്പിറ്റലിന് വേണ്ടി മാത്രമാണ്. പക്ഷെ നമ്മുടെ എൻജോയ്മെന്റ് ഉണ്ട്. ഞാൻ നോക്ക്, മുന്നിൽ കാണുന്ന ആ ബോട്ടൊക്കെ കണ്ട, അവരൊക്കെ ഒരു വേറെ ലെവലില്ല. അവരെ ഒന്നും പറയാനില്ല. അവർക്കൊക്കെ അതെ, നമ്മളും അതേ രീതി തന്നെ. പക്ഷെ അതല്ല ഞാൻ പറഞ്ഞ, മുന്നിൽ കാണുന്ന ആ ബോട്ട് യാത്രക്കാരുടെ ആ ഒരു മനോഭാവം ഉണ്ടല്ലോ, അവരൊരു പുതുമയാർന്ന ഒരു പുതു ലോകത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ഏക്കർ കണക്കിന് കിടക്കുന്ന ഈ കായൽ ഓരത്ത്, നമുക്ക് കണ്ണെത്താ ദൂരത്ത് കിടക്കുന്ന കരയിലെ നടുവില് നമ്മൾ നിൽക്കുകയാണ്. നമുക്കറിയാം ഇതിന്റെ ആഴം എത്ര ഉണ്ടെന്ന് പോലും അറിയത്തില്ല. കാരണം എന്റെ ഒരു 10 അടിയോളം പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ചിലപ്പോ ഇതിന്റെ അടി കാണാൻ പറ്റത്തില്ല. ചരിവൊന്നുമില്ല നമ്മുടെ. ഇങ്ങനെ ഓടിക്കേ. ഇത് കുഴപ്പമില്ല കേട്ടോ. കിളവാണെങ്കിലും പുള്ളി $300 പോയി. ഇല്ലില്ല, പോയില്ല.